പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ കെ.ജി. ജയൻ അന്തരിച്ചു. അദ്ദേഹത്തിന് 90 വയസ്സുണ്ടായിരുന്നു. തൃപ്പൂണിത്തുറയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. ചലച്ചിത്ര നടൻ മനോജ് കെ ജയൻ അദ്ദേഹത്തിൻ്റെ മകനാണ്. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. ജയവിജയ എന്ന പേരിൽ വിഖ്യാതരായ ഇരട്ട സഹോദരന്മാരിൽ ഒരാൾ കൂടിയാണ് കെ.ജി. ജയൻ. നേരത്തെ കെ. വിജയൻ അന്തരിച്ചിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി വിനീത വി.ജി തത്സമയം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഒരു മഹാഗായകനെയും ഒരു സംഗീതജ്ഞനെയുമാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം കാലം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരായിരുന്നു ജയവിജയന്മാർ. അവർ കേരളത്തിൽ ഉടനീളം നടത്തിയ കർണാടക സംഗീത കച്ചേരികളൊക്കെ തന്നെ ഏറ്റവും വിഖ്യാതമായിരുന്നു. ഒരുപക്ഷെ ചെമ്പൈ സംഗീതോത്സവത്തിലൊക്കെ സ്ഥിരമായി കാണുന്ന മുഖമായിരുന്നു കെ.ജി. ജയൻ്റേത്. പറയൂ വിശദാംശങ്ങൾ. തീർച്ചയായും എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭക്തിഗാനങ്ങളൊക്കെ മലയാളികൾ എക്കാലവും ഓർക്കുന്നത് തന്നെയാണ്. നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് മുൻപിലാണ് നിൽക്കുന്നത്. 90 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. കൊച്ചി തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗമുണ്ടായത്. 60 വർഷത്തോളം നീണ്ട സംഗീത ജീവിതത്തിൽ സിനിമാ ഗാനങ്ങൾക്കും ഒപ്പം തന്നെ ഭക്തിഗാനങ്ങൾക്കുമൊക്കെ കെ.ജി. ജയൻ ഈണം പകർന്നിട്ടുണ്ട്. നടൻ മനോജ് കെ ജയൻ അദ്ദേഹത്തിന്റെ മകനാണ്. ജയവിജയ എന്ന പേരിൽ ഇരട്ട സഹോദരനൊപ്പം നിരവധി കച്ചേരികൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. സിനിമാ ഭക്തിഗാനങ്ങളിലൂടെ കർണാടക സംഗീതത്തെ ജനകീയനാക്കിയ സംഗീതജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. കെ.ജി. ജയൻ 2019 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ഹരിവരാസനം അവാർഡ് എന്നിവയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കോട്ടയം നാഗമ്പടം കടമ്പൂത്ര മഠത്തിൽ ഗോപാലൻ തന്ത്രിയുടെയും പൊൻകുന്നം തടികയിൽ കുടുംബാംഗം പരേതനായ നാരായണി അമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹത്തിന്റെ ജനനം. ശ്രീനാരായണ ഗുരുവിന്റെ നേർ ശിഷ്യനായിരുന്നു അച്ഛൻ ഗോപാലൻ തന്ത്രി. ഭാര്യ പരേതയായ സരോജിനി ആണ്. അവർ അധ്യാപികയായിരുന്നു. ഒപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 1968 പുറത്തിറങ്ങിയ ഭൂമിയിലെ മാലാഖമാരാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ. നമ്മളിപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഉള്ളത്. ഇവിടെ വിവരമറിഞ്ഞ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിലാണ് നമ്മളുള്ളത്. ഇവിടെ വിവരമറിഞ്ഞ നിരവധി ആളുകൾ എത്തിക്കൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കെ.ജി. ജയൻ അദ്ദേഹത്തിന്റെ നവതി ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒക്കെ സംയുക്തമായി ഏർപ്പെടുത്തിയ കേരള സംഗീത നാടക അക്കാദമി അവാർഡും ഹരിവരാസനം അവാർഡും ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2019 അദ്ദേഹത്തിന് പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ യേശുദാസ്, എസ് ജാനകി, പി സുശീല, വാണി ജയറാം, ടി.എം. സൗന്ദരരാജൻ എന്നിങ്ങനെ തുടങ്ങിയ മഹാന്മാർക്കൊക്കെ ഒപ്പം അദ്ദേഹം മലയാളത്തിലെയും തമിഴിലെയും ഒക്കെ ഒട്ടുമിക്ക ഗായകരെ കൊണ്ടൊക്കെ അദ്ദേഹത്തിന് പാടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ വീടിന് പുറത്താണുള്ളത്. വിവരമറിഞ്ഞ നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത്. 90 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വിയോഗമെന്നാണ് നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത്. എസ് കെ. ഓക്കെ, വിനീത വി.ജിയാണ് നമുക്കൊപ്പം ചേർന്നത്. ഒരുപക്ഷെ ഒരു മഹാഗായകൻ്റെ വിയോഗത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. കെ.ജി. ജയൻ ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരുപാട് താല്പര്യം അദ്ദേഹം കാണിച്ചില്ലെങ്കിൽ പോലും നല്ല കുറേ പാട്ടുകൾ അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചു. ഒരുപക്ഷെ ദാസേട്ടൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ശബ്ദകാലത്തായിരുന്നു കെ.ജി. ജയൻ പാട്ടുകൾ ചെയ്തിരുന്നത്. നക്ഷത്ര ദീപങ്ങൾ പൊലിഞ്ഞു, നക്ഷത്ര ദീപങ്ങൾ തെളിഞ്ഞു, നവരാത്രി മണ്ഡപം ഒരുങ്ങി എന്ന ആ ഒരൊറ്റ ഗാനം തന്നെ ഏറ്റവും സൂപ്പർ ഹിറ്റായി മാറിയ പാട്ടായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ സംഗീത ലോകത്തൊക്കെ തന്നെ ഏറ്റവും നല്ല ഭക്തിഗാനങ്ങൾ ചെയ്ത ആളുകൂടിയായിരുന്നു കെ.ജി. ജയൻ. എസ് രമേശൻ നായർ എന്ന കവിയുമായി ചേർന്ന് അദ്ദേഹം ഇറക്കിയ മയിൽപ്പീലി എന്ന കാസറ്റിലൂടെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, മയിൽപ്പീലിയെ 9 പാട്ടുകളാണ് അതിലുണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം കൂടി ഇതിനെക്കുറിച്ച് പറയാനുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട്. ഞാൻ ആകാശവാണി ജോലി ചെയ്യുന്ന സമയത്ത് ദർശനം പുണ്യദർശനം എന്നുള്ളൊരു കാസറ്റ്, അതിൻ്റെ കാസറ്റ് എൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും ഉടഞ്ഞുപോയി. അതിൽ ആ ഒരു കോപ്പി മാത്രമേ ആകാശവാണിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എത്രയോ ദിവസങ്ങൾ അതിനെ ഓർത്ത് വിഷമിച്ചിട്ടുണ്ട്. സാധാരണ അങ്ങനെ ഒരു കാസറ്റ് വീണുടഞ്ഞാൽ നമുക്ക് പകരം ഒരു കാസറ്റ് കണ്ടുപിടിക്കാവുന്നില്ല. അത് റെക്കോർഡാണ്, പഴയ LP റെക്കോർഡിലുള്ളതാണ് അത്. അപ്പോൾ ആ പാട്ട് എന്നേക്കുമായി ആകാശവാണിക്ക് നഷ്ടപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ ദിവസങ്ങളോളം ഞാൻ അതിനെക്കുറിച്ച് തന്നെ ഓർത്തു. കാരണം അത്ര മനോഹരമായ സംഗീതവും അത്ര മനോഹരമായ ആലാപനവുമായിരുന്നു ആ പാട്ടിന് ആ കാലത്ത് ഉണ്ടായിരുന്നത്. കുറേ അധികം കാലം അദ്ദേഹത്തെ പല സ്ഥലങ്ങളിലും വെച്ച് കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ചെമ്പൈ ശിഷ്യൻ എന്ന പേരിൽ ഒരുപക്ഷെ അദ്ദേഹം ചെമ്പൈ പരിശുദ്ധമായ കർണാടക സംഗീതത്തിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ച ഒരു മഹാഗായകൻ്റെ അസാന്നിധ്യമായിരിക്കും ഒരുപക്ഷെ കലാകേരളയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത്. വിനീത വി.ജി വീണ്ടും തുടരുന്നു. വിനീത, സംസ്കാര ചടങ്ങുകളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിച്ചോ?
എസ് കെ അത് സംബന്ധിച്ചുകൊണ്ടുള്ള വിശദാംശങ്ങളൊന്നും നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. നമ്മളിപ്പോൾ രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഉള്ളത്. അവിടെ വീട്ടിൽ ഏറ്റവും അടുത്ത ചില ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട്ടിന് പുറത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എസ് കെ സൂചിപ്പിച്ചതുപോലെ സംസ്കാര ചടങ്ങ് ഒപ്പം തന്നെ പൊതുദർശനമുണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാവുന്നതേ ഉള്ളൂ. അവരുടെ ബന്ധുക്കളൊക്കെ ആയി അതിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ വീടിന് പുറത്ത് തന്നെയാണുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ എക്കാലവും ഓർക്കുന്ന ശ്രീകോവിൽ നട തുറന്നു, വിഷ്ണുമായി പിറന്ന വിശ്വരക്ഷക തുടങ്ങിയ ഗാനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഗാനങ്ങളാണ്. അദ്ദേഹത്തിന് 90 വയസ്സായിരുന്നു. തൃപ്പൂണിത്തുറയിലുള്ള അദ്ദേഹത്തിന്റെ വീടാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ വീട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ വിയോഗമുണ്ടായത്. ഇഷ്ടദൈവമായ അയ്യപ്പസ്വാമിക്ക് ഗാനാർച്ചന ഒരുക്കിയാണ് ഇരട്ട സഹോദരന്മാരായ ജയവിജയന്മാർ സംഗീതയാത്രയ്ക്ക് തുടക്കമിട്ടത്. ഇരുവരും ചേർന്ന് ആദ്യമായി ഈണം നൽകിയ ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ എന്ന ഗാനമൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ അന്ന് മനസ്സിലേറ്റിയതാണ്. 1961 പീലിയിൽ ആലപിച്ച ഈ ഗാനം അയ്യപ്പ ഭക്തിഗാന ശാഖയുടെ തന്നെ ഒരു തിരുവാഭരണമായെന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. പിന്നീട് അങ്ങോട്ടേക്ക് നിരവധി ഗാനങ്ങൾ അദ്ദേഹത്തിന്റേതായിട്ടുണ്ടായിരുന്നു. ആ ഓരോ ഗാനവും മലയാളികൾ ഉള്ളിടത്തോളം കാലം നമ്മൾ അറിയാതെയൊക്കെ തന്നെ നമ്മുടെ ഒഴിവു സമയങ്ങളിലൊക്കെ ഇങ്ങനെ മൂളിപ്പോകുന്ന ഗാനങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണുള്ളത്. വിവരമറിഞ്ഞ നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ചില അടുത്ത ബന്ധുക്കളും ഒക്കെയാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്കാര ചടങ്ങുകൾ ഒപ്പം തന്നെ പൊതുദർശനമുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ അല്പസമയത്തിനകം ഒരു വ്യക്തത നമുക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എസ് കെ വിനീത, ഇപ്പോൾ നമ്മുടെ നടൻ മനോജ് കെ ജയൻ താമസിക്കുന്നത് UK-യിലാണ്. അദ്ദേഹം ഇവിടെ സ്ഥലത്തുണ്ടോ? എന്താണ് ആ അവസ്ഥ? എസ് കെ നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് മുൻപിലാണുള്ളത്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ അവരുടെ ഏറ്റവും അടുത്ത ചില ബന്ധുക്കൾ മാത്രമാണ് വീട്ടിന് ഉള്ളിലുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ അതിന് പുറത്താണ് നിൽക്കുന്നത്. അവർ ഈ വിവരമറിഞ്ഞെത്തിയ നിരവധി അവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ അവർ ഫോണിലൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അവരുമൊക്കെയായി സംസാരിക്കുകയാണ്. ഒപ്പം മറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെ അവർ ഏറ്റവും അടുത്ത ബന്ധുക്കളുമൊക്കെ ആലോചിച്ചതിനു ശേഷം അക്കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുത്തതിനു ശേഷം അറിയിക്കാമെന്നാണ് ഇപ്പോൾ നിലവിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു വിനീത വിജി. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കൈതപ്രം നമുക്കൊപ്പം ചേരുകയാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഒരുപാട് കാലം ഇദ്ദേഹത്തിന് ചെമ്പൈ ശിഷ്യനായ ജയവിജയുടെ സാന്നിധ്യം അറിയുകയും നമ്മുടെ രചനാ ലോകത്ത് തൻ്റെ വൈഭവം പ്രകടിപ്പിക്കുകയും ചെയ്ത കൈതപ്രം നമുക്കൊപ്പം ചേരുന്നു. തിരുമേനി നമസ്കാരം. ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നമ്മെ സ്വീകരിക്കുന്നത്. അങ്ങയുടെ ഓർമ്മകൾ എന്താണ് KG ജയനുമായി? ജയേട്ടനെ ഞാൻ ആദ്യം കാണുന്നത് ശബരിമലയിൽ വെച്ചാണ് ആദ്യം കാണുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 68, 69 പിന്നീട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് വരെ ഞാൻ കാണാറുണ്ട്. മുതലോടയിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു ഈയിടെ കുറച്ചു നാൾ മുമ്പ്. ജയേട്ടന്റെ ഗാനങ്ങളെ പറ്റിയും അദ്ദേഹത്തിന്റെ കച്ചേരിയെ പറ്റിയൊക്കെ എനിക്ക് നല്ല ഓർമ്മകളാണ്. മനോഹരമായിട്ടുള്ള ആയിട്ട് അദ്ദേഹം പാടുമായിരുന്നു, ഗംഭീരമായിട്ട് പാടുമായിരുന്നു. ചെമ്പയുടെ ആ ശിഷ്യ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ ആ ഗാംഭീര്യം ഏറ്റെടുത്തിട്ടുള്ള ആളാണ് ജയേട്ടൻ ആയിരുന്നു. വളരെ സങ്കടമുണ്ട് ജയേട്ടന്റെ. 90 വയസ്സായാൽ പോലും ജയേട്ടനെ ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് വിടാൻ നമുക്കൊന്നും സമ്മതമല്ല. അത്ര സങ്കടമുണ്ട് കാര്യത്തിൽ. ഭക്തിഗാന കാസറ്റുകൾ, മയിൽപീലി പോലെയുള്ള രമേശ് നായരുമായി ചേർന്ന് ചെയ്ത കാസറ്റുകൾ, അദ്ദേഹത്തിന് നല്ല മനോഹരമായ ആലാപനം, ഇതൊക്കെ അങ്ങയുടെ ഓർമ്മയിലുണ്ടാവുമല്ലോ. അങ്ങയുമായി പാട്ടുകൾ ചെയ്തോ? ഇല്ല, ഞാനായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി, എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല, അത്രേ ഉള്ളൂ. ഈ മയിൽപീലി കാസറ്റ്, എനിക്കറിയാം അങ്ങ് ഒരു സംഗീത സംവിധായകൻ കൂടിയാണല്ലോ. അങ്ങ് ആ പാട്ടുകളൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടാകും. അതിനെക്കുറിച്ചുള്ള അങ്ങയുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? പിന്നെ ആ കാലത്ത് തന്നെ ഞാൻ തരകണിയിലൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ജയേട്ടനെ കണ്ടിട്ടുണ്ട്. പിന്നെ ജയേട്ടനെ വളരെ നല്ല ഓർമ്മകളാണ്. ജയേട്ടന് വളരെ സങ്കടമായിട്ടുള്ള ഒരു വിഷയമാണ് ഇതിന്റെ യാത്ര. ഈ ഒരു കർണാടക സംഗീതജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹത്തെ കൈതപ്രം എന്ന സംഗീതജ്ഞൻ എങ്ങനെ വിലയിരുത്തും? ഞാൻ പറഞ്ഞല്ലോ, ഗംഭീരമായിട്ടുള്ള പാട്ടാണ് ഇതിന്റെ. ആ ഗാംഭീര്യം നിലനിർത്തുന്ന ആളാണ്. ബാലമുരളി സാറിന്റെ ലാളിത്യവും ചെമ്പയുടെ ഗാംഭീര്യവും രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു കച്ചേരിയാണ് അദ്ദേഹത്തിന്റെ. ഓക്കെ,
നന്ദി കൈതപ്രം ദാമോദരൻ നമ്പൂരി. സങ്കടകരമായ മുഹൂർത്തത്തിൽ നമുക്കൊപ്പം ചേർന്നതിന്. ബാലമുരളി കൃഷ്ണയുടെയും അതേപോലെ ജയവിജയന്മാർ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെയും ശിഷ്യനായിരുന്നു ഈ ജയവിജയന്മാർ എന്ന പേരിൽ അറിയപ്പെട്ട ഇരട്ട സഹോദരന്മാരിലെ ഇളയാളെന്ന് പറയാൻ കഴിയില്ല, ഇരട്ട സഹോദരന്മാരിൽ ഒരാളായിരുന്നു KG ജയൻ. നേരത്തെ K വിജയൻ അന്തരിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് ചെറിയൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിരുന്നു എങ്കിൽ പോലും സംഗീതവേദികളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മനോജ് K ജയൻ്റെ പിതാവാണ്. മനോജ് K ജയൻ നിങ്ങൾക്കറിയാം, മലയാള സിനിമയിൽ ഏറ്റവും നന്നായിട്ട് ശ്രുതിശുദ്ധമായി പാടാൻ കഴിയുന്ന ഒരു അഭിനേതാവാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെയും ഒരു സംഗീത മാധുരി നൽകിയത് തന്നെ അച്ഛൻ്റെ ഗുണമായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് മനോജ് K ജയനുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരുന്ന മണിക്കൂർ നൽകാൻ കഴിയും. തൃപ്പൂണിത്തുറ വീട്ടിൽ ഇന്ന് രാവിലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. 6 പതിറ്റാണ്ടോളം മലയാള സംഗീത ലോകത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു KG ജയൻ. 90 വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. എനിക്ക് തോന്നുന്ന പ്രായമായതിനു ശേഷവും ഏതാണ്ട് 80 വയസ്സൊക്കെ അദ്ദേഹം കടന്നതിന് ശേഷവും അദ്ദേഹം വളരെ സജീവമായി നടക്കുന്ന ഒരാളായിരുന്നു. വാർദ്ധക്യം അദ്ദേഹത്തെ അലട്ടിയിരുന്നില്ല. സംഗീതത്തിൻ്റെ ഭ്രമിപ്പിക്കുന്ന ലോകത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സെപ്പോഴും. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ വ്യത്യസ്തമായ സംഗീത ലോകത്ത്, ഇപ്പോൾ ചലച്ചിത്ര ഗാനം, ഭക്തിഗാനം, കർണാടക സംഗീതം, ഈ ലോകത്തൊക്കെ തന്നെ വിരാജിച്ചിരുന്ന ആളായിരുന്നുകൊണ്ട് ആകണം ഈ വാർദ്ധക്യത്തിൻ്റെ അല്ലലും അലച്ചിലും അദ്ദേഹത്തെ അലട്ടിയിരുന്നില്ല എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാണുമ്പോഴൊക്കെ തന്നെ വളരെ ചുറുചുറുക്കോടെ സംസാരിക്കുന്ന ഒരു സംഗീതജ്ഞൻ്റെ സാന്നിധ്യം പല ആളുകൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാകും. ഒരുപാട് സൗഹൃദ ബലവും സൂക്ഷിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. ഈ ചെമ്പൈ സംഗീതോത്സവമൊക്കെ നടക്കുന്ന വേളയിൽ ആകാശവാണിയിലെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ഗുരുവായൂർ പോകാറുണ്ടായിരുന്നു. അവിടെയൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തെ കാണാറുണ്ടായിരുന്നു. ഒരുപക്ഷെ ചെമ്പൈ ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ സംസാരിക്കുന്ന അദ്ദേഹം ഒരുപാട് കാലം ബാലമുരളി കൃഷ്ണയുടെ ശിഷ്യനായ ഡോക്ടർ M ബാലമുരളി കൃഷ്ണ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവവിശ്വാസം പോലെ അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇവരുടെയൊക്കെ സാന്നിധ്യമായിരിക്കാം അദ്ദേഹത്തെ ഏറ്റവും വലിയ സംഗീതജ്ഞനായി മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. വിനീത VG വീണ്ടും ചേരുന്നു. വിനീത, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേപോലെ അദ്ദേഹത്തിൻ്റെ മകൻ മനോജ് K ജയനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും മറ്റുള്ള ആളുകൾ ആരൊക്കെയാണ് അവിടെ എത്തുന്നത്, അതിനെക്കുറിച്ച് ബന്ധുജനങ്ങൾ, വീട്ടുകാർ അവരെന്തെങ്കിലും പറഞ്ഞോ? SKN മനോജ് K ജയൻ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വീട്ടിലുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ US-ലാണുള്ളത്. അവർ നാളെയോടുകൂടിയേ എത്തുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംസ്കാരമൊക്കെ നാളെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വീട്ടിൽ തന്നെയാണുള്ളത്. ഇന്ന് പുലർച്ചെ വീട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് വീട്ടിലുള്ളത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിൽ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റും. അതിനുശേഷം നാളെ ആയിരിക്കും കൊച്ചിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. പൊതുദർശനവും കൊച്ചിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് ഈ ഭൗതികദേഹം ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ. വിനീത, ഒരു സെക്കൻഡ്. പ്രശസ്ത നിർമ്മാതാവും ചലച്ചിത്ര നടനും ടെലിവിഷൻ താരവും ഒക്കെയായ പ്രേം പ്രകാശ് നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം. നമ്മൾ സംസാരിക്കുന്ന ഒരു സങ്കടകരമായ നിമിഷത്തിലാണ് എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. KG ജയൻ അങ്ങയുടെ അയൽവാസിയായിരുന്നു. KG ജയൻ കോട്ടയത്ത്. ഞങ്ങള് ഒരു കുടുംബം പോലെ ആയിരുന്നു എന്നുള്ളതാണ് സത്യം. കോട്ടയത്തെ SH മൗണ്ടില് മീനച്ചിലാറിന്റെ ഏതാണ്ട് അടുത്താണ് ഞങ്ങളുടെ വീടുകൾ. ആ കുടുംബവുമായിട്ടുള്ള ബന്ധം സംഗീതം മാത്രമല്ല, എന്റെ മാതാപിതാക്കളും ജയവിജയന്മാരുടെ മാതാപിതാക്കളും ഒക്കെ അടുപ്പം. ഇവരുടെ ജയന്റെ ഏറ്റവും ഇളയ സഹോദരൻ രാജഗോപാൽ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ്. ഇവരുടെ ഒരു ജ്യേഷ്ഠൻ പാർത്ഥിവൻ ഉണ്ടായിരുന്നു, നല്ല ഗായകനായിരുന്നു അദ്ദേഹവും. അദ്ദേഹത്തിലൂടെ പഠിച്ചതാണ് എന്റെ ജ്യേഷ്ഠൻ. പിന്നെ ഇവരുടെ സംഗീത വാസന ഒക്കെ മനസ്സിലാക്കിയാണ് എന്റെ ജ്യേഷ്ഠൻ ജോസ് പ്രകാശ് ഇവരെ ജ്യേഷ്ഠന്റെ 2 നാടകങ്ങൾക്ക് സംഗീതം കൊടുക്കുവാൻ ക്ഷണിച്ചിരുന്നു. ഈ ഒരു അടുപ്പം എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കള്, ജയന്റെയും വിജയന്മാരുടെ ഒക്കെ മാതാപിതാക്കള്, പ്രത്യേകിച്ച് പിതാവ് കോട്ടയം നാഗമ്പടം ക്ഷേത്രത്തിലെ തന്ത്രികളായിരുന്നു, ഗോപാലൻ തന്ത്രികൾ. വളരെ നല്ല മനുഷ്യരായിരുന്നു. എന്റെ ഓർമ്മയിലുള്ളത് ഇവരുടെ വീടിനോട് തൊട്ടടുത്താണ് മീനച്ചിലാറിന്റെ കരയിലുള്ള ഒരു കുളിക്കടവ്. ഞങ്ങളെല്ലാവരും, ഞാനും എന്റെ ജ്യേഷ്ഠൻ ജോസ് പ്രകാശും മറ്റു സഹോദരന്മാരും ഒക്കെ കുളിക്കാൻ പോകുമ്പോൾ ഇവര് ഞങ്ങളുടെ കൂടെ കൂടും. അവിടെ ഈ ജയനും പരിപാടി എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഇറങ്ങി നിന്നിട്ട് പാട്ട് പാടുക. അപ്പം ഞങ്ങളൊക്കെ അതിന്റെ കൂട്ടത്തിൽ കൂടും. എന്താ പറയുന്നത്, ഒരു സഹോദര സ്നേഹമായിരുന്നു ഞങ്ങൾ തമ്മിൽ. ഞാൻ ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ മനോജിനെ വിളിച്ചു.
അപ്പൊ മനോജ് പറയുമായിരുന്നു, എപ്പം കോട്ടയത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും പ്രേംപ്രകാശിന്റെ കാര്യങ്ങൾ തിരക്കും, അവരൊക്കെ എങ്ങനെയുണ്ട് എന്താണ്. ഞാനും തിരിച്ചതുപോലെയൊക്കെ ചോദിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത്, ഒരു സംഗീത ലോകത്ത് അദ്ദേഹം ഇത്രയും വലിയ ഒരു പ്രശസ്തി നേടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിലൊരു കുടുംബ ബന്ധം, വളരെ ആഴത്തിലുള്ള ഒരു കുടുംബ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സഹോദരങ്ങളായിട്ടും ആ കുടുംബത്തോടും എല്ലാവരോടും നമുക്ക് അടുപ്പമായിരുന്നു. എന്തായാലും ഈ വാർത്ത വേദനാജനകമാണ്. എങ്കിലും ഞാൻ മനോജിനെ രാവിലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 90-ാം വയസ്സ് വരെ പിതാവിനെ സംരക്ഷിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഒരു മകൻ എന്ന നിലയ്ക്ക് ഭാഗ്യം കിട്ടിയത് ഒരു ദൈവാനുഗ്രഹമാണ്. ദൈവം തീരുമാനിച്ചപ്പോഴാണ് അദ്ദേഹത്തെ വിളിച്ചത്. അപ്പം ഇന്നലെ പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടൽ പോലെ വന്നു, അങ്ങനെ മരിച്ചെന്നാണ് എന്നോട് ഇപ്പം മനോജ് പറഞ്ഞത്. എന്നാലും ഞാൻ ആ കുടുംബത്തോടുള്ള എന്റെ ആദരവും അഞ്ജലികളും അർപ്പിക്കുകയാണ്. കാരണം അത്രയ്ക്ക് അടുപ്പം ഒരു സഹോദരൻ, എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു ജയൻ. കാരണം ഒരു കാര്യം കൂടി, അങ്ങയുടെ സഹോദരനായ ജോസ് പ്രകാശ് ഇവരുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ച് കൂടി അങ്ങനെ ഓർമ്മിക്കുക. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ കുളിക്കാനൊക്കെ പോകുമ്പം ഈ കടവിന്റെ അവിടെ നിന്ന് പാട്ട് പാടുക അവരുടെ ജോലിയാണ്. ഇത് കണ്ടറിഞ്ഞും പിന്നെ പാർത്ഥിവൻ എന്ന് പറയുന്ന ജ്യേഷ്ഠൻ നന്നായിട്ട് പാടുകയാണ് ഇവരുടെ. അത് എന്റെ ഒരു സഹോദരനോട് പഠിച്ചതാണ്. ഈ കുടുംബമായിട്ടുള്ള ഈ അടുപ്പത്തിലാണ് ഇവരുടെ ഗാനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് ഇവർ പാടുന്നത് കേട്ടിട്ടുള്ള ഇവരുടെ കഴിവ് കണ്ടിട്ടും ആണ് ജ്യേഷ്ഠൻ ഇവരുമായിട്ട് കൂടുതൽ അടുക്കുകയും നാടകത്തിൽ അവസരം കൊടുക്കുകയും ജയവിജയന്മാർ എന്നുള്ള പേര് അവര് ഇരട്ട സഹോദരങ്ങളാണല്ലോ, അവരങ്ങനെ ഇടണം എന്ന് നിർദ്ദേശിച്ചതും എന്റെ ജ്യേഷ്ഠനാണ്. കാരണം വളരെയധികം അടുപ്പമായിരുന്നു എന്റെ ജ്യേഷ്ഠൻ ഈ കുടുംബത്തിൽ. ഞാൻ പറഞ്ഞില്ലേ, ഒരു കുടുംബ ബന്ധം ആണ്. അല്ല, ആ സഹോദരങ്ങളോടെല്ലാം ഇളയ സഹോദരൻ എന്നോട് പഠിച്ചു എന്ന് ഞാൻ പറഞ്ഞു, രാജഗോപാലൻ. അങ്ങനെ ഒരു എല്ലാം കൊണ്ടും അയൽപക്ക സ്നേഹവും കൂടിയാണ് ഉണ്ടായിരുന്നു. അവര് ഉന്നതിയിലേക്ക്, സംഗീത ലോകത്ത് വളരെ ഉന്നതിയിലെത്തുമ്പോഴും ഞങ്ങൾ സന്തോഷിച്ചിരുന്നു. അടുപ്പം അത് അകറ്റിയിട്ടില്ല. മനോജുമായിട്ടുള്ള വെളിയിലൊക്കെ ഈ ജയനെ പറ്റി അന്വേഷിക്കുമായിരുന്നു. എന്തായാലും ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത്, കുടുംബ ബന്ധമുള്ള എന്ന് തോന്നിക്കുന്ന സഹോദരൻ എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ കാണുന്നത്. ഏതായാലും ആദരാഞ്ജലി അർപ്പിക്കുന്നു. ആ കുടുംബത്തോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ആദരാഞ്ജലി. ഓക്കെ, താങ്ക് യു. പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും അഭിനേതാവുമായ പ്രേംപ്രകാശാണ് നമുക്കൊപ്പം ചേർന്ന്. അദ്ദേഹം അവരുടെ കോട്ടയത്തെ വസതിക്ക് സമീപം താമസിച്ചിട്ടുള്ള നിർമ്മാതാവ്. ഒരുപാട് ഓർമ്മകൾ അദ്ദേഹത്തിന് പങ്കുവയ്ക്കാനുണ്ടാകും നമ്മളുമായിട്ട്. വളരെ സങ്കടകരമായ പത്മ പുരസ്കാരം ഉൾപ്പെടെ ഒരുപാട് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ആൾ കൂടിയാണ് KG ജയൻ. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ നമുക്ക് സങ്കടകരമായ ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ കർണാട്ടിക് മ്യൂസിക്, ശ്രുതി ശുദ്ധമായ കർണാടക സംഗീതത്തിൻ്റെ അമരത്ത് നിൽക്കുന്ന നമ്മുടെ ചുരുക്കം സംഗീതജ്ഞരിൽ ഒരാളായിരുന്നു KG ജയൻ. ജയവിജയ, ഒരുപക്ഷെ ഡോക്ടർ M ബാലമുരളികൃഷ്ണ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ തുടങ്ങിയ ആളുകൾക്കൊപ്പം ശിഷ്യന്മാരായി സഞ്ചരിച്ചുകൊണ്ടാകണം സംഗീതവേദികളിലൊക്കെ തന്നെ അപാരമായ ഒരു സംഗീത ലോകം തുറന്നു വയ്ക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടെ നമുക്ക് വലിയൊരു പാട്ടുകാരനെ മാത്രമല്ല, വലിയൊരു മനുഷ്യസ്നേഹിയെ കൂടിയാണ് നഷ്ടപ്പെടുന്നത്. എന്തായാലും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ നമുക്കുള്ള ആദരാഞ്ജലികൾ ഇവിടെ അർപ്പിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.